എങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യുന്നേ? എങ്ങനെ എപ്പോഴും എനർജറ്റിക് ആയിരിക്കുന്നേ? എങ്ങനെ എപ്പോഴും ഫേസ് ഇങ്ങനെ ഗ്ലോ ആയിട്ടിരിക്കുന്നേ? ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമ്മൾ സ്ത്രീകൾ പലപ്പോഴും കേൾക്കാറില്ലേ? അങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ഞാൻ കൊടുക്കുന്ന 2 ഉത്തരങ്ങളിൽ ഒന്നാണ് ഈ ജ്യൂസ്. ക്യാരറ്റും ആപ്പിളും ബീട്രൂട്ടും ഓറഞ്ചും വെച്ചിട്ടാണ് ഞാൻ സാധാരണയായിട്ട് ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത്. ഇതിലിപ്പോൾ നമുക്ക് ആ ഒരു 2 ഗ്ലാസ്സിലേക്ക് വേണ്ടിയിട്ട് ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ബീട്രൂട്ടും അതുപോലെ തന്നെ പകുതി ക്യാരറ്റും എടുത്തിട്ട് ആദ്യം അതിനെ നന്നായിട്ട് അടിച്ചെടുക്കുക. വേണമെങ്കിൽ ഐസ് കൂടെ ഇടാം. ഇതിൽ ഞാൻ ഷുഗർ ഒന്നും ഇടാറില്ല. ജ്യൂസ്, കോഫി, ചായ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഷുഗർ ഒഴിവാക്കിയിട്ട് കേക്കും ചോക്ലേറ്റൊക്കെ കാണുമ്പോൾ കൺട്രോൾ കുറച്ച് വിടുന്ന പാർട്ടിയാണ് ഞാൻ കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ നന്നായിട്ട് അത് അടിച്ചെടുത്തില്ലേ, അതിൻ്റെ ശേഷമാണ് അതിലേക്ക് ഓറഞ്ച് ഇട്ട് കൊടുക്കുന്നത്. അല്ലാതെ ആദ്യം തന്നെ ഓറഞ്ച് എടുത്തിട്ട് നന്നായിട്ട് അടിക്കണ്ടല്ലോ, നമ്മൾ അത് കയ്പ്പ് വരില്ലേ ഇതിന്, ജ്യൂസിന്. ഈ ജ്യൂസിന് ഒരു കയ്പ്പൊന്നും ഉണ്ടാവില്ല, നമുക്ക് കുറച്ച് നേരം പുറത്ത് വെച്ചാലും കഴിക്കില്ല. അപ്പോൾ ഓറഞ്ച് ഇട്ടിട്ട് അടിക്കുമ്പോൾ നമുക്കറിയാലോ, കുറേ സമയം അങ്ങോട്ട് അടിച്ചിട്ട് ആ കുരുവും എല്ലാം കൂടെ അടിച്ച് കളയരുത്, ജസ്റ്റ് എന്നങ്ങോട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് ഞാൻ അരിച്ചെടുത്തിട്ടാണ് ജ്യൂസ് കുടിക്കാറ്. സാധാരണയായിട്ട് എല്ലാവരും പറയുന്ന കേട്ടിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ജ്യൂസ് അരിച്ചെടുക്കരുത്, അപ്പോൾ അതിൻ്റെ പ്രോട്ടീൻസോ എന്താണ് അതൊക്കെ നഷ്ടപ്പെടും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്കിതിൻ്റെ സയൻറ്റിഫിക് വശങ്ങളൊന്നും അറിയില്ല. പക്ഷേ എനിക്കെന്താണെന്നറിയില്ല, ഈ ജ്യൂസ് കുടിക്കുമ്പോൾ നല്ലൊരു ഊർജ്ജം കിട്ടുന്ന ഒരു ഫീലാണ്. അത് വിചാരിച്ചിട്ട് ഡെയിലി ഇങ്ങനെ അടിച്ച് കുടിക്കാറൊന്നുമില്ല കേട്ടോ. ആഴ്ചയിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ, അങ്ങനെയൊന്നുമില്ല. എനിക്കിങ്ങനെ ക്ഷീണമൊക്കെ ആവില്ലേ, അപ്പോഴൊക്കെയാണ് ഞാൻ ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത്. അല്ലാതെ എല്ലാ സമയത്തും അടിച്ച് കുടിക്കുന്ന ജ്യൂസല്ല ഇത്. ഇനി ഞാൻ ഇങ്ങനെ ജ്യൂസ് ഉണ്ടാക്കിയാലും ഒരിക്കലും അതിൻ്റെ ചണ്ടി എന്നല്ലേ പറയുക, ചണ്ടി കളയാറില്ല. ഞാൻ അതും കൂടെ അങ്ങോട്ട് ശാപ്പിടും. അപ്പോൾ നിങ്ങളും ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ കഴിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതിലുള്ള വൈറ്റമിൻസ് ഒന്നും ഇനി നഷ്ടപ്പെടണ്ടല്ലോ, അതും കൂടെ നമ്മുടെ ശരീരത്തിന് കിട്ടിക്കോളും. അതാണോ ഇനിയെന്നറിയില്ല എൻ്റെ ഊർജത്തിൻ്റെയും ഉന്മേഷത്തിൻ്റെയും രഹസ്യം. അപ്പോൾ നമുക്കെന്താണെന്ന് വെച്ചാൽ ആ ചണ്ടിയും ഒന്നുമില്ലാത്ത നല്ല ജ്യൂസും കുടിക്കാം, അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് എല്ലാ വൈറ്റമിൻസും ഉള്ളിലാക്കുകയും ചെയ്യാം. ഇത് കഴിക്കാൻ നല്ല രുചിയാണ്, കാണാനും നല്ല ഭംഗിയാണ്. ക്യാരറ്റിൻ്റെ ആ ഓറഞ്ചും ബീട്രൂട്ടിൻ്റെ ആ ഡീപ്പ് റെഡ് കളറൊക്കെ കൂടിയിട്ട് നല്ല ഒരു കളറാണ്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഹെൽത്ത് ടിപ്സും അതുപോലെ തന്നെ ബ്യൂട്ടി ടിപ്സും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാമല്ലേ.